ചലച്ചിത്രത്തിന്റെ സ്വഭാവം വിളിച്ചറിയിക്കുന്ന പരസ്യചിത്രങ്ങളാണ് ജിസന്റേത്. വിനോദയാത്രയുടെ കഥാസരണിയിലെ പ്രസരിപ്പും തലപ്പാവിലെ പ്രമേയത്തിന്റെ ഭയക്രൗര്യങ്ങളും ജിസന്റെ പോസ്റ്ററുകളിൽ ജ്വലിച്ചു നിന്നു. എസ് എ നായരും പി എൻ മേനോനും ഭരതനും കുര്യൻ വർണ്ണശാലയും ആർക്കെയും ഒക്കെ വിലസിയ ഒരു മേഖല, പിന്നീട് ഗായത്രി അശോകനും സാബു കൊളോണിയും കീഴടക്കിയ ഒരു മേഖല. ഇപ്പോൾ അവരുടെ നിരയിലേക്ക് അവിവാഹിതനായ ഒരു യുവാവ് ഒരു പിടി ചിത്രങ്ങളുമായി മലയാള സിനിമയിൽ പരസ്യകലാരംഗത്ത് സ്ഥാനമുറപ്പിച്ചു കഴിഞ്ഞ ജിസൺ പോളാണ് ഇന്ന് നമ്മുടെ അതിഥി. എനിക്ക് ജിസനെ പരിചയപ്പെടുത്തുമ്പോൾ ഒരു ചെറിയ സന്തോഷം കൂടുതലുണ്ട്. കാരണം ജിസൺ പോളിൻ്റെ ആദ്യത്തെ സിനിമ ക്ലാസ്മേറ്റ്സ് ആണ്. സന്തോഷത്തിൻ്റെ കാര്യം മനസ്സിലായല്ലോ. നമസ്കാരം ജിസൺ. ജിസൻ്റെ ആദ്യ സിനിമ ക്ലാസ്മേറ്റ്സ് ആണ് എന്ന് എനിക്കറിയാം. ക്ലാസ്മേറ്റ്സിന് മുൻപുള്ള കരിയർ എങ്ങനെയായിരുന്നു? ഞാൻ സാബു കൊളോണിയയിലെ കൂട്ടത്തിൽ അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്യുമായിരുന്നു. എത്ര വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്? 7 വർഷത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ തന്നെ സിനിമകൾ അവിടെ ഉണ്ടായിരുന്നപ്പോൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ആ അനുഭവത്തിന് മുൻപ് ഇപ്പം ഒരു സ്ഥലത്തൊരു ജോലിക്ക് കയറുമ്പോൾ അതിനു മുമ്പ് ജോലി പരിചയം ഉണ്ടാവണമല്ലോ. എന്തായിരുന്നു പഠിച്ചത്? ഗ്രാഫിക് ഡിസൈനിങ് തന്നെയാണ് പഠിച്ചത്. ഗ്രാഫിക് ഡിസൈനിങ് എവിടെന്നാണ് പഠിച്ചത്? എറണാകുളത്ത് ഡോൺ ബോസ്കോ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നായിരുന്നു പഠിച്ചത്. ഡോൺ ബോസ്കോ ഇൻസ്റ്റിറ്റ്യൂട്ട് എറണാകുളം. അതെ. അവിടെ ഈ ആ കോഴ്സിന്റെ പേരെന്താണ്? ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. അത് എത്ര വർഷത്തെ കോഴ്സ്? ഡിപ്ലോമ ആയിരുന്നു. 3 വർഷത്തെ. 3 വർഷത്തെ കോഴ്സ്. പ്രിന്റിങ് ആയിട്ട് ഭയങ്കര ബന്ധമുണ്ടായിരുന്നു. പ്രിന്റിങ് ആണ് അവരുടെ ബേസിക്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഡിസൈനിങ്ങും. അപ്പം കൂടുതൽ പ്രിന്റിങ്ങുമായിട്ട് കൂടുതൽ ടച്ചും. അപ്പോൾ ഫ്യൂച്ചറിൽ ഇവിടെ ഒരു പ്രിന്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ പോസ്റ്റർ പ്രിന്റിങ് ഇപ്പം എല്ലാം ശിവകാശിയും മധുരയും ബോംബെ ഒക്കെയാണ്. അപ്പോൾ ഒരു പ്രിന്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും തുടങ്ങാൻ സാധ്യതയുണ്ട്? ഇല്ല. ആഗ്രഹം പോലും ഇല്ല? പ്രിന്റിങ് ആയിട്ട് തുടങ്ങാൻ ആഗ്രഹമില്ല. അതിന്റെ കാരണം എന്താണ്? ഭയങ്കര എക്സ്പെൻസീവ് ആണ്. എക്സ്പെൻസീവ് മാത്രമല്ല, അതിനേക്കാളും കൂടുതൽ താല്പര്യം ഡിസൈനിങ് ആണ്. കൂടുതൽ ക്രിയേറ്റീവ് ഇതാണെന്നുള്ളതാണ്. അത് ടെക്നിക്കൽ ജോബാണ്. നമ്മൾ ഉദ്ദേശിക്കാത്ത റിസ്കുകളും ഇതുണ്ട്. നമുക്കത് കുറേ ഫ്രീഡം ഉണ്ട്. നമുക്ക് ചെയ്യാൻ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട്. ഇതിപ്പോ ഡിസൈൻ ചെയ്യാം, എന്നിട്ട് മര്യാദയ്ക്ക് പ്രിന്റ് ചെയ്തില്ലെങ്കിൽ അവരെ ചീത്ത പറയാം. മറ്റേത് ആൾക്കാർ ചീത്ത പറയണത് കേൾക്കേണ്ടി വരും. ഓക്കെ. അപ്പം പോസ്റ്റർ ഡിസൈനിങ്ങിൽ ആഗ്രഹിക്കുന്ന പോസ്റ്റർ ഡിസൈനർ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഇപ്പം ജിസണ് കൊടുക്കാവുന്ന ഒരു നിർദ്ദേശം, ഒരു കോഴ്സ് ഏതാണ് സജസ്റ്റ് ചെയ്യുന്നത്? ഇപ്പോൾ ജിസൺ ഡോൺ ബോസ്കോയിലാണ് പഠിച്ചത്, എറണാകുളത്ത്. അവിടെ 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് ഉണ്ട്. അതല്ലാതെ കേരളത്തിൽ മറ്റെവിടെയെങ്കിലും പ്രസിദ്ധമായിട്ടുള്ള ഈ കോഴ്സ് ഉണ്ടോ? വരയ്ക്കാനും അങ്ങനെയുള്ള ആർട്ടിസ്റ്റിക് ഇതായിട്ട് പോയിട്ട് ഇതിലേക്ക് വരുന്നതായിരിക്കും കൂടുതൽ മെച്ചമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എനിക്ക് അങ്ങനത്തെ ഒരു ബേസ് കിട്ടിയിരുന്നില്ല. അപ്പോൾ എനിക്ക് പലപ്പോഴും എൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് തോന്നുന്നതും അതാണ്. അപ്പോൾ അങ്ങനെ കൂടുതൽ താല്പര്യമുള്ളവർ അത് കൂടുതൽ പഠിച്ചിട്ട് കമ്പ്യൂട്ടർ ഇതുമായിട്ട് വരുന്നതായിരിക്കും ബെറ്റർ. കൂടുതൽ കമ്പ്യൂട്ടറിലേക്ക് നോക്കാതെ കൂടുതൽ കൈകൊണ്ടും മനസ്സിൽ നിന്ന് ഉള്ള ഇത് കിട്ടുക എന്നുള്ളതായിരിക്കും അവർക്ക് ഏറ്റവും ബേസിക്കായിട്ട് കിട്ടാൻ. ജിസൺ വരയ്ക്കുമായിരുന്നോ ചെറുപ്പത്തിൽ? ചിത്രം വരയ്ക്കില്ലേ? അതെ, പക്ഷെ അത് പ്രോപ്പറായിട്ട് പഠിച്ചിട്ടില്ല. ഇല്ല, ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നും നടക്കത്തില്ല. അല്ല, നൈസർഗികമായിട്ട് വരയ്ക്കാനുള്ള കഴിവില്ലേ? ഉണ്ട്, പക്ഷെ എന്നാലും അത് ലിമിറ്റേഷൻസ് ഉണ്ട്. മറ്റേ ഇതായിട്ട് അക്കാഡമിക് ആയിട്ട് പഠിച്ചാൽ കിട്ടുന്ന. ഇപ്പോ ഏതാണ്ട് എത്ര സിനിമ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ? 50-ന്റെ അടുത്തുണ്ടെന്നാണ്. 50-ന്റെ സിനിമകൾ ചെയ്ത് കഴിഞ്ഞു. എൻ്റെ സിനിമകൾ ഓഫ്കോഴ്സ് ക്ലാസ്മേറ്റ്സിന് ശേഷമുള്ള എല്ലാ സിനിമകളും ജിസനാണ് ചെയ്തത്. മറ്റ് സംവിധായകർ ആരുടെയൊക്കെ സിനിമകളാണ് ചെയ്തിരിക്കുന്നത്? സത്യനന്ദിക്കാടുണ്ട്. ഏത് സിനിമ തൊട്ടാണ് സത്യേട്ടൻ ചെയ്യാൻ തുടങ്ങിയത്? വിനോദയാത്ര മുതലേ. വിനോദയാത്ര തൊട്ട് ഉള്ള സിനിമകളെല്ലാം ചെയ്തു. പിന്നെ കമൽ സാറിന്റെ ഒരു വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതെ. 50ഓളം സിനിമകൾ ചെയ്ത് പ്രമുഖരായിട്ടുള്ള സംവിധായകരുടെ സിനിമകൾ അതിലുണ്ട്. ഒരു സിനിമയുടെ പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ കയ്യിൽ വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അറിയാൻ ആഗ്രഹിക്കുക? ആ സിനിമ പോസ്റ്റർ
ചെയ്യുന്നതിന് മുൻപ് ആ സിനിമയിൽ എന്താണ് ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ടതെന്നുള്ളത് അല്ല അങ്ങനെയൊക്കെ ആലോചിക്കില്ലേ? ഹൈലൈറ്റ് ചെയ്യേണ്ടതുണ്ട്, ചിലപ്പോൾ കാണിക്കേണ്ടാത്ത ഭാഗങ്ങളുണ്ടാവും. അതൊക്കെ സംവിധായകരോ സ്ക്രിപ്റ്റ് റൈറ്ററോ ആയിട്ട് കൂടുതൽ സംസാരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അവർക്കായിരിക്കും ആ സിനിമ എങ്ങനെയായിരിക്കും എന്നുള്ളത് കൂടുതൽ അറിയാവുന്നത് അതിൻ്റെ റൈറ്റർക്കോ ഡയറക്ടർക്കോ ആയിരിക്കും. അപ്പം കൂടുതൽ മാക്സിമം അവരുടെ നിന്ന് ചോദിച്ചറിയാനുള്ള ശ്രമിക്കാറുണ്ട്. ചില ആൾക്കാർ കൂടുതലായിട്ട് പറഞ്ഞിരുന്നു. സത്യേട്ടന് വിനോദയാത്രയ്ക്ക് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ അതെനിക്ക് ഒത്തിരി ഗുണവും ചെയ്തു. കാരണം അത്രയ്ക്കും ഫ്രീ ആയിട്ട് അത് ചെയ്യാൻ പറ്റി. ലാലുവേട്ടനാണെങ്കിൽ ലാലുവേട്ടനോട് ഞാൻ ചോദിക്കാറുണ്ടല്ലോ. അത് വളരെ അധികം നമുക്ക് പ്രയോജനമാണ്. കാരണം നമുക്ക് നമ്മൾ ഏകദേശം എങ്ങനെയായാലും പോകേണ്ടതെന്നുള്ളത് നമുക്ക് കറക്റ്റ് ട്രാക്ക് കിട്ടും. അതിലൂടെ നമുക്ക് പോകാനും അതിന് നല്ല റിസൾട്ടിന് സാധ്യതകൾ കൂടുതലുണ്ട്. ഈ ഇപ്പോൾ പോസ്റ്റേഴ്സിൽ ഇപ്പോൾ ടൈപ്പ് എഴുതുന്ന സമയത്ത് ടൈപ്പ് എഴുതുന്ന സമയത്ത് ആ ടൈപ്പിൽ തന്നെ ജിസൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പോൾ പാസഞ്ചർ എന്ന് എഴുതിയിരിക്കുന്ന പാസഞ്ചർ എന്ന് പറഞ്ഞ സിനിമ രഞ്ജിത്ത് ശങ്കറിൻ്റെ പാസഞ്ചറിൻ്റെ പേരെഴുതിയ ആ പാസഞ്ചർ എന്ന് പറയുന്ന ടൈപ്പ് ഉണ്ടോ എന്ന് സംശയം തോന്നുന്ന ഒരു ഫീലുണ്ട്. അപ്പോൾ അതുപോലെ ഏറ്റവും ടൈപ്പ് ഏറ്റവും നന്നായി എഴുതി എന്ന് തോന്നിയിട്ടുള്ള ടൈപ്പ് നന്നായിട്ട് വന്നിരിക്കുന്ന അറബിക്കത്തെ ടൈപ്പ് വളരെ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എൽസമ്മയുടെ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ കോംപ്ലിക്കേഷൻ വരും എപ്പോഴാണ്? ഇപ്പോൾ വലിയ ടൈറ്റിൽസ് വരുമ്പോൾ അത് കോംപ്ലിക്കേറ്റഡ് ആവും. കോംപ്ലിക്കേഷൻ വരുന്നത് ചിലപ്പം എൻ്റെ പ്രൊഡ്യൂസറോ സ്ക്രിപ്റ്റ് റൈറ്ററോ അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ അവർ പറയും ആർട്ടിസ്റ്റിക് ഇതൊന്നും വേണ്ട, സാധാരണ ആൾക്കാർക്ക് പെട്ടെന്ന് വായിക്കണം, അങ്ങനെയുള്ള ചില കൺസെപ്റ്റുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിക്ക് പോകുന്നതായിരിക്കും ബെറ്റർ. കാരണം ചിലർക്ക് ഈസി റീഡബിലിറ്റി ആവണം, ബസ്സിൽ പോകുമ്പോൾ വായിക്കണം, അങ്ങനെയൊക്കെയാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഉള്ളവർക്ക് ഒത്തിരി ഇതിൽ ആലോചിക്കേണ്ടി വരുന്നില്ല. അത് പെട്ടെന്നുള്ള വായിക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് ആൾക്കാർക്ക് കാണാൻ അവർക്ക് സിമ്പിളായിട്ട് വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫോണ്ടുകൾ അങ്ങനത്തെ ഒരു ഇത് വരുന്നുണ്ട്. തീരെ കുറച്ച് സിനിമകൾക്ക് ഇപ്പം സിനിമയുടെ സ്വഭാവം അനുസരിച്ച് ടൈറ്റിൽ ചെയ്യണമെന്ന് പറയുന്നവരുള്ളൂ. ബാക്കി കൂടുതലും ആൾക്കാർക്ക് ഒറ്റ നോട്ടത്തിൽ വായിക്കുക, പെട്ടെന്ന് റീഡബിൾ ആവണം, അങ്ങനെയുള്ള കൺസെപ്റ്റാണ് ഇപ്പം കൂടുതലായി കണ്ടുകൊണ്ടിരിക്കുന്നത്.